മൗഗ്ലി, എൻ്റെ മൗഗ്ലി. അത് ലൂറിയായിരുന്നു, മൗഗ്ലിയുടെ വളർത്തമ്മ. അയ്യോ, ആരെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കണേ, ആ പ്രേതാവനെ. പേടിക്കാതിരിക്കൂ ലൂറി. സൂര്യൻ അസ്തമിക്കുകയായി. കുരങ്ങൻ രാജാവ് മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് അയ്യോ, അവൻ വെള്ളത്തിലിറങ്ങി. അതാ, അവൻ കിഴക്കോട്ട് നീന്തുന്നു. അവൻ മൗഗ്ലിയെ കൊണ്ടുപോവുകയാണ് പ്രേതലോകത്തേക്ക്. അയ്യോ മൗഗ്ലി. പെട്ടെന്ന് കുരങ്ങൻ രാജാവിന് മുന്നിൽ ഒരു രൂപം ഉയർന്നു വന്നു. ഞാൻ കാ. കാ? ഇതെൻ്റെ കൂട്ടുകാർ. നിന്റെ ചുമലിലിരിക്കുന്നതും എൻ്റെ കൂട്ടുകാരനാ. അതുകൊണ്ട് ഞാനിവനെ കൊണ്ടുപോകുന്നു. മൗഗ്ലി കുട്ടാ, മുറുകെ പിടിച്ചിരുന്നോ. മൗഗ്ലി, എൻ്റെ മൗഗ്ലി. അമ്മേ. കാ. കുരങ്ങൻ രാജാവിനെ കാണാനില്ല. പിടിവിടുവെച്ച് അവൻ മുങ്ങിപ്പോയി. കായുടെ കൂട്ടുകാരോട് മൽപ്പിടുത്തം നടത്തുന്നതിനിടെ കുരങ്ങൻ രാജാവ് എവിടെ പോയി? അവൻ രക്ഷപ്പെട്ടോ? അവിടെ ഒരനക്കം. കുരങ്ങൻ രാജാവ് വലിയ ശബ്ദത്തോടെ പൊന്തി വന്നു. ഒരൊറ്റ കുതിപ്പിന് മൗഗ്ലിയെ കൈക്കലാക്കി കുരങ്ങൻ രാജാവ് പുഴക്കരയിലൂടെ കിഴക്കോട്ട് നടന്നു. കാ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാര്യമില്ല ബഗീര. കരയിൽ എന്നേക്കാൾ ശക്തി അവനാണ്. പക്ഷെ ഞാൻ ശ്രമിക്കാം. അവിടെ ഒരു മൽപ്പിടുത്തം തന്നെ നടന്നു. അയ്യോ അമ്മേ. ധിം. എന്നാൽ കായുടെ കൂട്ടുകാർ നോക്കി നിന്നില്ല. അവരും കുരങ്ങനോട് മല്ലിട്ടു. എന്നാൽ തോറ്റുപോയി. കാ, നമുക്കൊരിക്കൽ കൂടി. ഇല്ല, കാട് മുഴുവൻ എതിർത്താലും അവന് പ്രശ്നമല്ല. അവൻ പ്രേതമാണ്. കുരങ്ങൻ രാജാവ് നടന്നകന്നു മൗഗ്ലിയെ കൊണ്ട്. മൗഗ്ലി. ആരും അനങ്ങിയില്ല, ഒരാളൊഴികെ. എൻ്റെ മോനെ. ലൂറി, വിടടാ എൻ്റെ മൗഗ്ലി. എൻ്റെ മകനെ എനിക്ക് വിട്ടു തരണേ. അമ്മേ, അമ്മേ, എന്നെ രക്ഷിക്കണേ. എന്നെ വിട്ടു കൊടുക്കല്ലേ. അമ്മേ, എൻ്റെ മോനെ കൊണ്ടുപോകല്ലേ. കുരങ്ങൻ രാജാവ് മൗഗ്ലിയെ പതുക്കെ ലൂറിയുടെ മുന്നിലിരുത്തി. എന്നിട്ട് തനിയെ നടന്നകന്നു. ഒടുവിൽ ലൂറിയുടെ സ്നേഹം പ്രേതത്തെ തോൽപ്പിച്ചു. പിറ്റേന്ന് അഖേലൻ്റെ നേതൃത്വത്തിൽ യോഗം കൂടി. കുരങ്ങൻ രാജാവിൻ്റെ അധ്യായം അവസാനിച്ചു. എന്നാൽ ആ പ്രേതത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്. അടുത്ത കാട്ടിൽ താമസിക്കുന്ന ഈ കുരങ്ങൻ മുത്തച്ഛൻ. ഇദ്ദേഹത്തിന് ആ പ്രേതത്തെ അറിയാമായിരുന്നു. അഖേല, അതിലൊരു തെറ്റുണ്ട്. അത് പ്രേതമല്ലായിരുന്നു. അതെ, സാമാന്യത്തിലധികം വലിപ്പവും ശക്തിയും ഉണ്ടെങ്കിലും അവനൊരു ആൾക്കുരങ്ങ് മാത്രമാണ്. താമസം ഞങ്ങളുടെ കാട്ടിൽ. എങ്ങനെയോ ഒഴുക്കിൽപ്പെട്ട് ഇവിടെ എത്തിയ അവൻ മൗഗ്ലിയെ കണ്ടു. മക്കളില്ലാത്ത അവൻ സ്വന്തം മകനായി വളർത്താനാണ് മൗഗ്ലിയെ എടുത്തത്. നെറ്റിയിലെ മുറിപ്പാട് പണ്ടൊരു അപകടത്തിലുണ്ടായതാണ്. അത് കണ്ടാണല്ലോ അവൻ പ്രേതമാണെന്ന് എല്ലാവരും കരുതിയത്. പക്ഷേ ലൂറിയുടെ സ്നേഹം കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു. ഏതായാലും പ്രേതവും ഭൂതവും ഒന്നും ഈ കാട്ടിൽ വന്നിട്ടില്ല, വരികയുമില്ല. എല്ലാം ഒരു മുത്തശ്ശി കഥ പോലെ.